ഇടുക്കിയിലെ സോഫിയ എന്ന വീട്ടമ്മയെ ആക്രമിച്ചു കൊലപ്പെടുത്തിയ കാട്ടാനയുടെ ചിഹ്നവിളി കേട്ടാണ് സമീപവാസിയായ സ്വപ്ന ഇറങ്ങിച്ചെന്നത്. കണ്ടത് മരിച്ചു കിടക്കുന്ന കൂട്ടുകാരിയെയാണ്. കാട്ടാനപ്പേടിയിൽ മലമുകളിൽ ഒറ്റപ്പെട്ടു കിടക്കുന്ന 3 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കണമെന്ന് ഇവർ നിരന്തരം ആവശ്യമുന്നയിച്ചിരുന്നു. സന്ദീപ് രാജാക്കാട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്നലെ കാട്ടാന ആക്രമണത്തിൽ സോഫിയ കൊല്ലപ്പെട്ട സ്ഥലത്താണ് ഞാനുള്ളത്. ചേന്നാപ്പാറ കൊമ്പൻപാറ എന്ന് പറയപ്പെടുന്ന സ്ഥലത്താണ്. ഈ സോഫിയയുടെ അയൽവക്കംകാരിയാണല്ലേ? അയൽവക്കം സ്വപ്ന സുരേഷ്. എങ്ങനെയാണ് നിങ്ങൾ ഈ സംഭവം അറിഞ്ഞത്? ആന കാർന്ന് ഒച്ച കേട്ടോണ്ടാണ് ഞങ്ങൾ ഓടി ഇറങ്ങി വന്നത്. ഞങ്ങൾ വന്നപ്പോഴത്തേന് ആന കടന്നുപോയി. ഞങ്ങൾ വന്ന് മൃതദേഹം അവിടെ കിടക്കുന്നതാണ്. 5:45 കഴിഞ്ഞു. ഇവിടെയാണോ സ്ഥിരമായിട്ട് കുളിക്കുക? ഇവിടെയാണ് ഞങ്ങൾ കുളിക്കാൻ സ്ഥിരമായിട്ട് വരുന്നത്. വേറെ വെള്ളമില്ല. പിന്നെ കുടിവെള്ളം മേളിലുണ്ട്. അത് പറ്റിക്കഴിഞ്ഞാൽ ഇവിടെ സ്ഥിരമായിട്ട് വെള്ളം എടുക്കാൻ വരുന്നത് ഞങ്ങൾ. കാട്ടാനശല്യം ഇവിടെ രൂക്ഷമാണ്? രൂക്ഷമാണ്. കാട്ടാനയുണ്ട്, പുലിയുണ്ട്, കടുവായുണ്ട്. നിങ്ങൾ ഈ 2-3 കുടുംബക്കാരെ? ഞങ്ങൾ 2-3 കുടുംബക്കാരേ ഉള്ളൂ ഇവിടെ. ബാക്കി എല്ലാവരും പിള്ളേരെ പഠിപ്പിക്കാനുള്ള ആവശ്യത്തിനായിട്ട് അവർ വെളിയിലോട്ട് മാറി. ഈ ഒരു വഴിയേ ഉള്ളൂ ഞങ്ങൾക്ക് പോയി വരാനൊക്കെ. ഇവിടുന്ന് കിലോമീറ്റർ താണ്ടി ഞങ്ങളുടെ പിള്ളേർ പഠിക്കാൻ പോകുന്നതും വരുന്നതും ഒക്കെ. രാത്രിയിലൊക്കെയാണ് പിള്ളേർ വരുന്നത്. പഠിത്തം കഴിഞ്ഞ് 8 മണിയൊക്കെ ആകും. ആ സമയത്തൊക്കെ ആന റോഡിലൊക്കെ കാണും. നിങ്ങളെ മാറ്റി താമസിപ്പിക്കണമൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. ഒന്നും ആയിട്ടില്ല. ഇന്നലെ എല്ലാം പറഞ്ഞ് ഇതാക്കി വെച്ചിട്ടുണ്ട്. തീരുമാനമൊന്നും ആയിട്ടില്ല. എത്ര വർഷമായി ഇവിടെ കാട്ടാന? ഇതിപ്പോൾ തുടങ്ങി 3 വർഷത്തോളമായി. TR ആൻഡ് ഇങ്ങനെ പ്ലാൻ ചെയ്യാതിട്ടേ പിന്നെയാണ് കാട്ടാന രൂക്ഷമായത്. അതിന് മുന്നേ വലിയ ശല്യമില്ലായിരുന്നു. താഴെ വന്നിട്ട് അങ്ങ് പോകത്തേ ഉള്ളായിരുന്നു. ഇങ്ങോട്ട് കയറത്തില്ലായിരുന്നു. വനമായിട്ട് കിടക്കുന്നതുകൊണ്ടാണ് ആനകൾ ഇങ്ങോട്ട് കയറി വരുന്നത്. സോഫിയുടെ കുടുംബത്തിൽ എങ്ങനെയാ സാഹചര്യം? കുടുംബത്തിൽ പുള്ളി കൂലിവേലയാണ് ചെയ്യുന്നത്. പിന്നെ പണിക്ക് പോയിട്ട് വരും. പിന്നെ സോഫി തൊഴിലുറപ്പുണ്ടെങ്കിൽ അതിന് പോകും. ഇല്ലെങ്കിൽ വേറെ പുറം പണിക്കുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടും കൂടെ പോകുന്നത്. അങ്ങനെയാണ് അവരുടെ കുടുംബം കഴിഞ്ഞു പോകുന്നത്. പേടിച്ചാണ് ജീവിക്കുന്നത്? അതെ, പേടിച്ചാണ് ജീവിക്കുന്നത്. യാതൊരു നിർവാഹവും ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ കിടക്കുന്നത്. എന്നാലും അത്തരത്തിലാണ് ജീവൻ ഭയന്നാണ് ഇവർ ഓരോ ദിവസവും കഴിഞ്ഞു കൂടുന്നത്. അത് നമുക്ക് അവരുടെ മുഖത്തു നിന്ന് തന്നെ വായിച്ചെടുക്കാം. മറ്റൊരു മാർഗ്ഗമില്ല. അവർക്ക് വേറെ എവിടേക്കും പോകാനൊരു സാഹചര്യമില്ല. ആ അധികൃതരുടെ ഒരു ഇടപെടലുണ്ടെങ്കിൽ മാത്രമേ ഇവരുടെ ജീവിതം സുരക്ഷിതമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്നുള്ളതാണ് പറയുന്നത്. അത് മാത്രമല്ല, ഇനിയൊരു മനുഷ്യജീവൻ കൂടി കാട്ടാനക്കലിയിൽ പൊലിയാതിരിക്കുന്നതിന് ആ ഒരു ഇടപെടൽ അടിയന്തരമായിട്ടുള്ള ആവശ്യമാണ്. കാരണം വഴിയില്ല, വെള്ളമില്ല, ജീവിതം ദുരിതപൂർണ്ണമാണ്. അതിനിടയിലാണ് കാട്ടാനക്കലിയിൽ സോഫിയയുടെ ജീവൻ നഷ്ടമായത്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.